ഓക്കെ, ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡാണ്. അതായത് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് പല പല കാരണങ്ങളിൽ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഒന്ന്, പ്രൈസ് മാറിയാൽ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. ചിലപ്പോൾ അതൊരു നമ്മളുടെ ആവശ്യങ്ങൾ പൂർത്തീകരിക്കാൻ ആ ഒരു പ്രൊഡക്റ്റിന് പറ്റുന്നില്ലായിരിക്കും. അപ്പോഴും ആ പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. ചിലപ്പോൾ അത് നോർമൽ ഗുഡ് ആവാം, ഇൻഫീരിയർ ഗുഡ്, അങ്ങനെ പല പല കാരണം കൊണ്ട് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയും. അപ്പോൾ ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറഞ്ഞാൽ അതാണ്. എക്സാക്ട്ലി എന്ത് കാരണം കൊണ്ടാണ് ഒരു പ്രൊഡക്റ്റിൻ്റെ ഡിമാൻഡ് കുറയുന്നത്. അപ്പോൾ പ്രൈസ് ഇലാസ്റ്റിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുഡ്സിൻ്റെ ഡിമാൻഡ് അതിൻ്റെ പ്രൈസ് മാറുന്നതനുസരിച്ച് മാറുന്നുണ്ടെങ്കിൽ അതിനെയാണ് ഇലാസ്റ്റിസിറ്റി ഓഫ് ഡിമാൻഡ് എന്ന് പറയുന്നത്. അതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്ന ഈ ഒരു ഫോർമുലയിലാണ്. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ഡിമാൻഡ് ഫോർ ദ ഗുഡ് ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ ദ പ്രൈസ് ഓഫ് ദ ഗുഡ്സ്. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ള ലീനിയർ ഡിമാൻഡ് കർവ് ആണ്. അതായത് ലീനിയറിൽ ഡിമാൻഡ് കർവ് എങ്ങനെയാണ്, അതായത് ലീനിയർ എന്ന് പറഞ്ഞാൽ സ്ട്രെയിറ്റ് ലൈനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ പ്രൈസ് ഇലാസ്റ്റിറ്റി ഒരിക്കലും സെയിം ആയിരിക്കില്ല. അത് നമ്മൾ കർവിൻ്റെ താഴത്തോട്ട് വരുന്തോറും അത് കുറഞ്ഞുകൊണ്ടേയിരിക്കും. മുകളിലോട്ട് കുറഞ്ഞിട്ട് അത് ഇലാസ്റ്റിക്കിൽ നിന്ന് ഇൻഇലാസ്റ്റിക് ആവും. അപ്പോൾ 3 ഹാഫായിട്ടാണ് നമ്മൾ ഇതിനെ ഡിവൈഡ് ചെയ്യണം. അതിൻ്റെ അപ്പർ ഹാഫ് ഇലാസ്റ്റിക്കും, നടുക്ക് യൂണിറ്റ് ഇലാസ്റ്റിക്കും, താഴത്ത് ഇൻഇലാസ്റ്റിക്കുമാണ്. അപ്പോൾ ഈ യൂണിറ്റ് ഇലാസ്റ്റിക്കും ഇൻഇലാസ്റ്റിക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി എന്ന് പറയുന്നത് ഗ്രേറ്റർ ദാൻ 1 ആണ്. യൂണിറ്റ് ഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ഈക്വൽ ടു 1 ആണ്. ഇൻഇലാസ്റ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇലാസ്റ്റിസിറ്റി ലെസ്സർ ദാൻ 1 ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് ഇത്തിരി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഞാനത് എന്താണെന്നുള്ളത് മെയിൻ പോയിന്റ് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുള്ളൂ. ഓക്കെ, അപ്പോൾ അതോടെ ഈ ചാപ്റ്റർ നമ്മൾ തീർത്തു. അപ്പോൾ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ഇട്ടാൽ മതി. ആദ്യം നിങ്ങളിത് ശ്രദ്ധിച്ച് കേൾക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. അപ്പോൾ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എൻ്റെ വീഡിയോസ് പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണെന്ന് മനസ്സിലാവുള്ളൂ. അപ്പോൾ നമുക്കിനി ബിസിനസ് സ്റ്റഡീസിലോട്ട് പോവാം. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോയിൽ ബിസിനസ് സ്റ്റഡീസ് ഇടുന്നില്ല, കാരണം ഈ ചാപ്റ്റർ എന്തായാലും തീർന്നു. പിന്നെ ബിസിനസ് സ്റ്റഡീസ് വേറൊരു സബ്ജക്റ്റും കൂടെ ആയതുകൊണ്ട് ഞാൻ ഇതിൽ ഇടുന്നില്ല. ഞാൻ വേറൊരു വീഡിയോയിൽ ബിസിനസ് സ്റ്റഡീസിൻ്റെ ഒരു ചാപ്റ്റർ ഞാൻ ഇട്ട് തരാം.